സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യം. ലൂക്കോസ് 9:21. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളിയായി തീർന്നു. രണ്ട് പുരുഷന്മാർ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവെഴുത്താണ് വായിച്ചത്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം എന്ത് ചെയ്തു? ഇനി അങ്ങോട്ട് നോക്കിയ ആ ബാക്കിയല്ലാതെ വേറൊന്നും കാണത്തില്ല. എന്നെ നോക്കി. സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം. നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ മുഖത്തിന്റെ ഭാവം എത്ര ഭാവം വരുന്നല്ലേ. പ്രാർത്ഥിക്കൊന്നും വേണ്ട, സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഭാവം. സ്തോത്രം. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? കർത്താവിന് വേറൊരു രൂപം വന്നതാണ് അല്ല. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് വേറൊരു രൂപത്തിലേക്ക് പോയി എന്നല്ല അതിന്റെ അർത്ഥം. സ്തോത്രം. അപ്പൊ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖഭാവം മാറി, അവന്റെ വസ്ത്രം മിന്നുന്ന വെള്ള പോലെ. ലൂക്കോസിന്റെ സുവിശേഷം നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ച് പഠിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം ഒരു പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയം എന്തായിരുന്നു? നമ്മള് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം അല്ലേ? ആ വിഷയം പല പ്രിയപ്പെട്ടവർക്കും ഒരു വിടുതലായെന്ന് എന്നോട് പറയാനിടയായി. സ്തോത്രം. എന്നോട് കുറെ പേരെന്നോട് പറഞ്ഞു, യൂട്യൂബിൽ കേട്ടും ഇവിടെ വന്നവരും സൂമിലുള്ളവരൊക്കെ കുറെ പേരെന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു വിടുതലായ ദൂത് മാറാനിടയായി തീർന്നു. സ്തോത്രം. മനസ്സിലായി ഞാൻ പറഞ്ഞു? അവരുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു മടുപ്പുണ്ടായിരുന്നു. കൃപയാൽ ദൈവം തന്റെ വചനത്തിന്റെ ശക്തിയാൽ അതിനൊരു വിടുതൽ കൽപ്പിക്കുവാനിടയായി. സ്തോത്രം ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണേ, ഞാൻ സൂമിലുള്ള ഒരു അച്ഛനോട് ദൂത് പറഞ്ഞു. അച്ഛാ, പ്രാർത്ഥനയിൽ മടുപ്പ് ഉണ്ടാകുന്ന അനുഭവം കാണുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നിലവിൽ പ്രാർത്ഥനയ്ക്ക് മടുപ്പില്ല എന്നുള്ളൊരു ചിന്തയാണ്. ദൂത് പറഞ്ഞപ്പോ പ്രാർത്ഥനയിലൊരു സാഹചര്യമാണ്. എന്നാൽ അത് പറഞ്ഞിട്ട് അന്ന് രാത്രി കിടന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഈ ദൂത് ഓർത്തത്. ദൂത് പറയുമ്പോ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ദൂത് പറഞ്ഞപ്പം ഇപ്പൊ എനിക്ക് അങ്ങനെ മടുപ്പൊന്നും ഇല്ല എന്ന് ചിന്തിച്ചു. പക്ഷെ അന്ന് രാത്രി മടുപ്പ് വന്നു. പെട്ടെന്ന് ദൂത് ഓർത്തു, പ്രാർത്ഥിച്ചു, അതിനെ ഓവർകം ചെയ്യുവാൻ എന്ത് ചെയ്തു? ഇടയായി. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് ആണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും പ്രാർത്ഥനയെ കുറിച്ചാണ് ഇന്നും പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ സുവിശേഷത്തെ ഒന്ന് ഇരുത്തി പഠിച്ചാൽ പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് നമുക്ക് പഠിക്കാൻ ഇതിനെ സാധിക്കും. കാരണം എഴുത്തുകാരനായിരിക്കുന്ന ലൂക്കോസ് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഈ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം.
ഈ പുസ്തകത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്ന പല സന്ദർഭങ്ങളിലും യേശുവിന്റെ പ്രാർത്ഥനയെ എടുത്തു കാണിച്ചിട്ടുണ്ട് ലൂക്കോസ്. മത്തായി കാണിക്കാത്തത്, മർക്കോസ് കാണിക്കാത്തത് ലൂക്കോസ് കാണിച്ചിട്ടുണ്ട്. ലൂക്കോസ് കാണിച്ചിട്ടുണ്ട്. എന്നെ ശ്രദ്ധിച്ചിരിക്കണേ, ലൂക്കോസ് കാണിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാനൊരു എക്സാമ്പിൾ പറയാം. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴെ സ്നാനപ്പെട്ടതിന് ശേഷം യോർദാൻ വിട്ട് താൻ കരയ്ക്ക് കയറി താൻ പ്രാർത്ഥിച്ചു എന്നെഴുതിയത് ലൂക്കോസ് മാത്രം. ഒന്ന് വായിക്കാമോ? 3-ാം അധ്യായം 21-ാം വാക്യം. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ, സ്വർഗ്ഗം തുറന്നു. മത്തായിയും മർക്കോസും എഴുതാത്തൊരു കാര്യമാണ് ലൂക്കോസ് എഴുതിയത്. അവരെഴുതിയത് യേശു സ്നാനപ്പെട്ട് സ്വർഗ്ഗം തുറന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ വന്നു. പക്ഷേ ലൂക്കോസ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാക്കെഴുതി, സ്നാനം കഴിഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ചപ്പോഴാണ് സ്വർഗ്ഗം തുറന്നത്. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്താണ് ലൂക്കോസ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ സുവിശേഷം എന്നൊരു പേരും കൂടെ ഈ പുസ്തകത്തിന്റെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയാൽ സംരക്ഷിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു കർത്താവിന്റെ, അല്ലേ? ശരിയല്ലേ? കർത്താവിന്റെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കിയാൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം. അതിൽ 3 പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 3 പ്രാർത്ഥന, യേശുവിന്റെ 3 പ്രാർത്ഥന. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അമ്മാമ എന്നെ നോക്കി, എന്നെ ശ്രദ്ധിച്ചു. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? തന്റെ പരസ്യ ശുശ്രൂഷയിൽ വലിയ ദൈവപ്രവർത്തിയൊക്കെ വെളിപ്പെടുമ്പോൾ തന്നെ അതിന്റെ പുറകിൽ രാത്രിയുടെ യാമങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കർത്താവിന്റെ ജീവിതത്തിൽ പഠിക്കാൻ സാധിക്കും. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ രാത്രിയുടെ 4 യാമങ്ങൾ എടുത്ത് പഠിച്ചാലും ആ 4 യാമങ്ങളിലും യേശു പ്രാർത്ഥിച്ചതിന് തെളിവുണ്ട്. യേശു ഉണർന്നിരുന്നതിന് തെളിവുണ്ട്. യേശു ഉറങ്ങാതിരുന്നതിന് തെളിവുണ്ട്. പറഞ്ഞു മനസ്സിലായോ? സ്തോത്രം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു ജീവിതമായിരുന്നു ആരുടെ? യേശു. അപ്പൊ യേശുവിനെ പിൻഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടാവണം? പ്രാർത്ഥന ഉണ്ടാവും, അല്ലേ? സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു. അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ നാവിലൂടെ പറഞ്ഞ് പരത്തുന്നതല്ല പ്രാർത്ഥന. സ്തോത്രം. ചില വാക്കുകളൊക്കെ കടുകട്ടിയായി പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് ചേരുന്നതാ പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവവുമായിട്ടുള്ള ഒരു ഹൃദയ ബന്ധത്തിന്റെ അല്ലെങ്കിൽ അടിസ്ഥാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. അതാണ് ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ക്രിസ്തുവിന്റെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ ഹൃദയവും പിതാവിന്റെ ഹൃദയവും തമ്മിൽ ചേരുന്നതായിരുന്നു പ്രാർത്ഥന. സ്തോത്രം. അതുകൊണ്ട് എന്തോ പറ്റി? അതുകൊണ്ട് എന്തോ സാധിച്ചു? കർത്താവ് ചോദിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും പിതാവായ ദൈവം മറുപടി നൽകിയില്ലേ? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണമേ, കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? സ്തോത്രം. അതാണ് ലൂക്കോസ് ഈ സുവിശേഷത്തിൽ എടുത്തു കാണിക്കുന്നത്. 3 യേശുക്രിസ്തുവിന്റെ 3 പ്രാർത്ഥന നമുക്കൊന്ന് ധ്യാനിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അക്കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കും. നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് മതി, അവരെ 12 പേര് തെരഞ്ഞെടുത്തു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ ഒരു പ്രാർത്ഥനയാണ് സ്തോത്രം 6:12 നമ്മൾ വായിച്ചൊരു പ്രാർത്ഥന. അക്കാലത്ത് എന്ന് പറഞ്ഞ ഏത് കാലത്ത്? ഇതിപ്പോ നിങ്ങൾ പറയാതെ എനിക്കറിയാലോ. യേശു ക്രിസ്തുവിന്റെ കാലം. സ്തോത്രം. അക്കാലം എന്ന് എഴുതിയിരിക്കുന്നത് സ്തോത്രം അതിനു മുമ്പ് തൊട്ടുപുറകിൽ കർത്താവായ യേശു ക്രിസ്തു കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? മനുഷ്യപുത്രനെ ഏൽപ്പിച്ചു കൊടുക്കും. മനുഷ്യപുത്രൻ പിടിക്കപ്പെടും. മനുഷ്യപുത്രനെ ഉപദ്രവിക്കും. മനുഷ്യപുത്രനെ എന്ത് ചെയ്യും? ക്രൂശിക്കും. മനുഷ്യപുത്രൻ അടക്കമൊക്കെ ചെയ്യും. ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ഇതൊക്കെ കേട്ട് ഹല്ലേലൂയ ജനത്തിന്റെ മനസ്സൊക്കെ എന്ത് ചെയ്യുക? വല്ലാത്തൊരു ഭാരത്തിലിരിക്കുക. സ്തോത്രം. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. അപ്പൊ ആ സമയം, അങ്ങനെ ഒരു സമയം, കർത്താവിന്റെ ആ സമയം ഇങ്ങനെ നിൽക്കുക. കാരണം കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കർത്താവിന്റെ ആ ഒരു ഓരോ സ്റ്റേറ്റ്മെന്റിനെതിരെയും പരീശന്മാരും മറ്റുള്ള ഉന്നതന്മാരും ശക്തമായി എതിർക്കുന്ന ഒരു സമയം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് വരും? എതിർപ്പുകൾ വരും. സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതൊന്നുമല്ല. ഈ സമയത്ത് കർത്താവ് എവിടെ കയറി? മലയുടെ മുകളിൽ കയറി. താബോർ മല എന്നാണ് സ്തോത്രം ചരിത്രകാരന്മാർ പറഞ്ഞു. താബോർ എന്ന് പറയുന്ന മലയുടെ മുകളിൽ യേശു കർത്താവ് കയറി. കർത്താവ് ഒറ്റയ്ക്ക് കയറി പിതാവിന്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയാമോ? കർത്താവിന്റെ പ്രാർത്ഥനാ വിഷയം താൻ ദൈവസന്നിധിയിൽ പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പിതാവിനോട് പറയുക, പിതാവേ, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഇവിടെ നിർവഹിച്ചതിന് ശേഷം അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ചിലരെ തെരഞ്ഞെടുക്കേണ്ടത് ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? 6:12 പ്രാർത്ഥനയെ ഞാൻ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് രാത്രിയുടെ യാമം മുഴുവൻ പ്രാർത്ഥന കഴിച്ചത്. താഴ്വരയിലേക്ക് നിങ്ങൾ നോക്കിക്കേ. താഴ്വര വളരെ നിശബ്ദമാണ്. എല്ലാ മനുഷ്യരും കിടന്നുറങ്ങുകയാണ്. ഒരു വലിയ നിശബ്ദത നിറഞ്ഞ അന്തരീക്ഷത്തിൽ താഴ്വര കിടക്കുമ്പോൾ മലയുടെ മുകളിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ പിതാവിനോട് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ പ്രാർത്ഥന കഴിക്കുന്നതെന്നറിയാമോ?
ഈ രാത്രി നേരത്തിലേക്ക് പുലരുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് താഴ്വരയിലുണ്ട്. മാനുഷിക തെരഞ്ഞെടുപ്പല്ല, ഒരു ദൈവിക തിരഞ്ഞെടുപ്പ് താഴ്വരയിലുണ്ട്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവ് താൻ ഇവിടെ സ്ഥാപിക്കുന്ന തന്റെ രാജ്യത്തിന്റെ സുവിശേഷത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരു കൂട്ടത്തെ കർത്താവിന് വേണം. പിതാവിന്റെ സന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, സ്വന്തം പുത്രനായിരിക്കുന്ന ക്രിസ്തു അവിടെ താൻ സ്വയം സെലക്ട് ചെയ്യുകയല്ല ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് സ്വയം തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടി അന്നു രാത്രി പിതാവിനോട് താൻ അപേക്ഷ കഴിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ലിസ്റ്റ് ക്രിസ്തുവിന്റെ കരത്തിലേക്ക് കൈമാറും. സ്തോത്രം. ഞാൻ ചിന്തിക്കുക, ക്രിസ്തുവായിരുന്നു സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ, അത് മാനുഷികമായി ചിന്തിച്ചാൽ മതി, ഒരു പക്ഷേ അല്ലെങ്കിൽ യൂദ അതിൽ നിന്ന് പുറത്തു പോയേനെ. കാരണം യേശുവിനെ ഒറ്റുന്നയാരാ? യൂദയ. ഒരു പക്ഷെ പുറത്തു പോയേനെ. ക്രിസ്തുവിനെ ഒറ്റുന്നവനെ വരെ അതിന്റെ അകത്താക്കിയത് പിതാവിന്റെ പദ്ധതിയാണ്. അത് പിതാവിന്റെ സെലക്ഷനാ. പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു രാത്രിയിൽ താൻ ദൈവത്തോട് പ്രാർത്ഥന, പിതാവിനോട് പ്രാർത്ഥന കഴിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ലിസ്റ്റ് തന്റെ കരത്തിലേക്ക് പിതാവ് കൈമാറി. സ്തോത്രം. പിതാവ് എന്ത് ചെയ്തു? കൈമാറി. അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട 12 പേരുടെ പേര് പിതാവ് കൈമാറി. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്കരിയോത്ത് യൂദ ആരാ എന്ന് പറഞ്ഞല്ല ക്രിസ്തു വിളിച്ചത്, ആണോ? അല്ല. യൂദയുടെ അടുത്ത് പോയിട്ട് നീ ഇസ്കരിയോത്ത് യൂദ അല്ലേ? ഓരോരുത്തരെ കൃത്യമായി സെലക്ട് ചെയ്തു. എന്താ കാര്യം? അന്ന് രാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു കൈമാറ്റം നടന്നു. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയെ മുൻപോട്ട് നയിക്കപ്പെടുത്തുവാൻ ഒരു കൂട്ടത്തെ ദൈവം തെരഞ്ഞു പിടിച്ച് അന്നിന് തന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പിതാവായ ദൈവം കൈമാറുവാനിടയായി തീർന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനിത് പറഞ്ഞെന്താണെന്നറിയാമോ? പ്രാർത്ഥനയ്ക്കകത്തൊരു തെരഞ്ഞെടുപ്പുണ്ട്. പ്രാർത്ഥനയ്ക്കകത്തൊരു തെരഞ്ഞെടുപ്പുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു കാര്യം മുൻപോട്ട് ചെയ്യും. ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ മുൻപോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടപടി ക്രമത്തിലേക്ക് ഹല്ലേലൂയ സമയമെത്തിയപ്പോ ക്രിസ്തു എന്ത് ചെയ്തു? പിതാവിനോട് ആലോചന ചോദിച്ചു. എന്താ അതിന്റെ ഒരു അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തോട് എന്ത് ചോദിക്കണം? ആലോചന ചോദിക്കണം. അല്ലാതെ എല്ലാം എനിക്കറിയാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്ത് ചെയ്യരുത്? പോകരുത്. ചിലപ്പോൾ അത് പരാജയത്തിലായിരിക്കും അവസാനം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ക്രിസ്തു അതൊരു മാതൃകയാക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഉടനെ അതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ടാകും. ഈ വലിയൊരു കൂട്ടത്തിന്റെ ഇടയ്ക്ക് 12 പേരെ തെരഞ്ഞെടുത്തതിന്റെ കാര്യം അന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ കൃത്യമായി പിതാവായ ദൈവം യേശുവിനോട് ഇടപെട്ടു. നേരം പുലർന്നു. കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞു മലയുടെ മുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്ന് കൃത്യമായിട്ട് 12 പേരെ തെരഞ്ഞെടുത്തു. കർത്താവിന് തെറ്റിയില്ല. എന്നാ തെറ്റാഞ്ഞതിന്റെ കാര്യം? രാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് തെരഞ്ഞെടുക്കേണ്ട വ്യക്തികളുടെ ലിസ്റ്റ് ദൈവം കൊടുത്തു. കൃത്യമായി ആരെ തെരഞ്ഞെടുക്കണമെന്ന് ക്രിസ്തുവിന്
ബോധ്യമുണ്ടായിരുന്നു. ഈ ബോധ്യം എവിടുന്നാ ലഭിച്ചത്? ആ രാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്താ ലഭിച്ചത്. സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ആത്മനിയോഗത്തോടൊരു ദൂത് പറയാം. ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ കൃത്യമായ ചില തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ ആ വിഷയത്തിന്റെ മുൻപിലിരുന്നാൽ അതിന്റെ അകത്ത് കൃത്യമായ ചില ദൈവശബ്ദം നിന്നോട് അവൻ കൈമാറുമെന്ന് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് സംസാരിക്കാൻ. സ്തോത്രം. ചില വിഷയങ്ങളുടെ മുൻപിൽ ഭാരപ്പെടുന്ന വ്യക്തികളോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ചില വിഷയത്തിന്റെ മുൻപിൽ ഏത് സ്റ്റെപ്പ് വെക്കണമെന്ന് ഭാരപ്പെടുന്നവരോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ചില വിഷയത്തിന്റെ മുമ്പിൽ തകർന്ന മനസ്സോടിരിക്കുന്ന നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, നിനക്ക് വേണ്ടുന്ന ചില നിർദ്ദേശം അവൻ കൈമാറും. എത്ര പേർക്ക് ഉറപ്പുണ്ടത്? സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചോണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ഹൃദയത്തിന്റെ അകത്ത് താൻ മലയിൽ നിന്ന് താഴ്വരയിലേക്ക് വന്നപ്പോൾ കൃത്യമായി ആരെ സെലക്ട് ചെയ്യണമെന്ന് കർത്താവിനറിയാം, അല്ലെ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രാർത്ഥിച്ചവനാണ് തെരഞ്ഞെടുത്തത്. സ്തോത്രം. ആരാ? പ്രാർത്ഥിച്ചവനാണ് തിരഞ്ഞെടുത്തത്. പള്ളിപ്രമാണി കാണും, ന്യായാധിപന്മാര് കാണും, അല്ലെ? പലവിധ വിഭാഗത്തിൽപ്പെട്ടവര് കാണും. പക്ഷേ കർത്താവിന്റെ രാജ്യത്തിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ന്യായാധിപന്മാരോ പള്ളിപ്രമാണിമാരോ യഹൂദ മതത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരോ ഹല്ലേലൂയ ഉയർന്നവരോ ഒന്നുമല്ല തെരഞ്ഞെടുത്തത്. പിന്നെ ആരാ തെരഞ്ഞെടുത്തത്? പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവാ തെരഞ്ഞെടുത്തത്. ദൈവരാജ്യത്തിന്റെ മുൻപോട്ടുള്ള ഗമനത്തെ കൊണ്ടുപോകാൻ ചിലരെ തെരഞ്ഞെടുത്തത് പ്രാർത്ഥിക്കുന്നവനാ തെരഞ്ഞെടുത്തത്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ദൈവം അത് വെളിപ്പെടുത്തി. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ചില വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവം ചിലത് സംസാരിക്കുന്നത്, ദൈവം ചിലത് ഇടപെടുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കുന്നവരോടായിരിക്കും. സ്തോത്രം, സ്തോത്രം. അത് ഭവനത്തിന്റെ വിഷയമാകട്ടെ, തലമുറയുടെ വിഷയമാകട്ടെ, മറ്റേതെങ്കിലും വിഷയമായിക്കൊള്ളട്ടെ. പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മറ്റാർക്കും വെളിപ്പെടാത്ത ചിലത് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിക്കുന്നവരോട് ദൈവം സംസാരിക്കും. ഇന്നും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂടുതൽ നമുക്കൊന്ന് അടുക്കാം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ കർത്താവ് തന്റെ രാജ്യത്തിന്റെ മുൻപോട്ടുള്ള ഫലത്തിന് വേണ്ടി 12 പേര് തെരഞ്ഞെടുത്തു. ഒരു തെരഞ്ഞെടുപ്പ് നടന്ന പ്രാർത്ഥന. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. മുൻപോട്ടുള്ള ദൈവരാജ്യത്തിന്റെ ഗമനത്തിന് ആരെ സെലക്ട് ചെയ്യണം സ്വയം തീരുമാനിച്ചില്ല, പിതാവിനോട് ചോദിച്ചു. ഒരു മുൻപോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിക്രമം വന്നപ്പോൾ ദൈവത്തോട് എന്ത് ചെയ്തു? പിതാവിനോട് ചോദിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ. കേട്ടല്ലോ? ഒരു ഉപദേശമായിട്ട് എടുത്താൽ മതി. എന്നോട് പല പ്രിയപ്പെട്ടവരും ചോദിക്കും, ഒരു വിഷയത്തിലേക്ക് അവരിറങ്ങുന്നതിന് മുമ്പ് അവർ ചോദിക്കും, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും അറിയിച്ചാൽ പറയണം. ചില വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൃത്യമായി ഇടപെടും. ചില വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകത്തില്ല. എന്നോട് കൃത്യമായി സംസാരിച്ചെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ, ഇല്ലേ? ഞാൻ പറയത്തില്ല. സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മുടെ ജീവിതത്തിൽ പല വിഷയത്തിന്റെ അകത്തും ഒരു നടപടിക്രമത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. ചിലരൊക്കെ പറയും ഞങ്ങൾ കണിയാന്മാര്, അല്ലേ? അങ്ങനെ പറയാറുണ്ട്, അല്ലേ?
പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ചിലർ പറയും നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, സ്വോത്രം. ഞാൻ പിന്നെ പറയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആരോടും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ കണിയാനൊന്നും അല്ലെന്ന് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. പലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ചില വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ച് തന്നെ എന്ത് ചെയ്യണം? തീരുമാനങ്ങൾ നല്ലതാണ്, നല്ലതാണ്. എന്നാന്ന് ചോദിച്ചാൽ നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ഉത്തരവാദിത്വത്തിൽ ദൈവം ഉണ്ടായിരിക്കും. ദൈവം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ദൈവം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. സ്തോത്രം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരടുത്ത് എന്ത് ചെയ്യണം? അവരടുത്ത് വേണം എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ. സ്തോത്ര, ഹല്ലേലൂയ. വചനം പഠിക്കുന്നത് പോലെ സ്തോത്ര, ഹല്ലേലൂയ. പ്രവാചകന്മാരെല്ലാം ഒരേ സ്വരത്തോടെ പറഞ്ഞു, നീ പൊക്കോ, നീ അതിനെ ജയിക്കും, അല്ലേ? പക്ഷെ ഒരു പ്രവാചകൻ മാത്രം പറഞ്ഞു, നീ പോകരുത്, അനിഷ്ടമാണ്, നീ മരിക്കും, അല്ലേ? പ്രവാചകന്മാരെല്ലാം ഒരേ സ്വരത്തോടെ പൊക്കോളാൻ പറഞ്ഞു. ഇപ്പൊ ആ രാജാവിന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും അല്ലേ, നമ്മളും ആ തീരുമാനമേ എടുക്കത്തില്ല. കാരണം എന്നാ? എല്ലാ പ്രവാചകന്മാരും ഇനി ദേശത്ത് ഏതെങ്കിലും പ്രവാചകൻ ഉണ്ടോ? ഒരുത്തിനും കൂടെ ഉണ്ട്. അവന്റെ പേര് പറഞ്ഞപ്പോഴേ രാജ പറഞ്ഞു അവനെ വിളിക്കണം. കാരണം അവൻ നല്ലതൊന്നും എന്നെ കുറിച്ച് ഇതുവരെ എന്നാ പറഞ്ഞാൽ അവൻ നെഗറ്റീവ് അല്ലാതൊന്നും പറഞ്ഞു. പക്ഷെ പറഞ്ഞ എല്ലാരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചല്ലോ, എന്നാ ഇവനെ കൂടെ കൊണ്ട് രാജാവ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ. അതിനു മുമ്പേ അവൻ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ ന്യൂസ് കൊടുത്തു, നീ അവിടെ ചെല്ലുമ്പോ രാജാവിന് അനുകൂലമായിട്ട് എന്ത് ചെയ്യുള്ളൂ? പ്രവചിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെതാകുന്ന ബുദ്ധിമുട്ട് വരും. അവൻ പറഞ്ഞു, ഇല്ല, യഹോവയുടെ ആത്മാവ് എന്നോട് എന്തു പറയുന്നോ ഞാൻ അത് മാത്രമേ പറയൂ. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് വേണം എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ. അങ്ങനെയുള്ളവരുടെ അടുത്ത് വേണം പ്രാർത്ഥിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു ഹല്ലേലൂയ അനുഭവത്തിലേക്ക് വന്നപ്പോൾ പിതാവിനോട് താൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് കൃത്യമായി പിതാവ് വെളിപ്പാട് നൽകി. പിറ്റേ ദിവസം മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെ അകത്ത് പിതാവ് കൊടുത്ത പേരുകൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു. ആ പേരുകൾ ഓരോന്നായിട്ട് എന്ത് ചെയ്തു? സ്തോത്രം, സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. പിതാവ് തെരഞ്ഞെടുത്തവന്റെ ഗുണം ഞാൻ പറയാം. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഒറ്റ കാര്യം പറയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ ഇതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പലരും എന്ത് ചെയ്തു? തീരുമാനം എടുത്തു. ഇതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, പലരും തീരുമാനം എടുത്തു. പക്ഷേ ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. പക്ഷെ പത്രോസ് പറഞ്ഞൊരു മറുപടി, നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികൾ നിന്നെ വിട്ട്. ഞാൻ ഒരു കാര്യം പറയാം. പിതാവ് തെരഞ്ഞെടുക്കാത്ത ഒരുവനായിരുന്നെങ്കിൽ അവൻ അത് പറയത്തില്ല. കേൾക്കുന്നുണ്ടോ? പിതാവ് തിരഞ്ഞെടുക്കാത്ത ഒരുവനായിരുന്നെങ്കിൽ അവൻ അത് വെളിപ്പെടുത്തില്ല. മറ്റൊരിടത്ത് ഈ പത്രോസ് തന്നെ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. ഇതിനകത്തു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മഹത്വം മറിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് മുൻപോട്ടൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ. മുൻപോട്ടുള്ള ജീവിതത്തിൽ അതിന്റെ പ്രവൃത്തിയും മഹത്വവും എന്താന്ന് വെളിപ്പെട്ടു വരും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളോട് എന്തുകൊണ്ട് ദൈവം അന്ന് അങ്ങനെ സംസാരിച്ചു എന്ന് പിന്നീട് അവൻ തെളിയിക്കും.
എന്തുകൊണ്ട് ദൈവം നിങ്ങളോട് ഇങ്ങനെ ഇടപെട്ടു എന്ന് പിന്നീട് അവൻ തെളിയിക്കും. അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥന, കർത്താവായ യേശു ക്രിസ്തു തന്റെ മുൻപോട്ടുള്ള നടപടിക്രമത്തിൽ ഒരു തീരുമാനം പിതാവായ ദൈവം കൃത്യമായി കർത്താവിന് വെളിപ്പെടുത്തിക്കൊണ്ട്. രണ്ടാമത്തെ പ്രാർത്ഥന, ഞാൻ ഈ 3 പ്രാർത്ഥന വേഗത്തിൽ പറഞ്ഞിട്ട് ദൂതിനെ വെളിപ്പെടുത്തി നമുക്ക് ഒരുമിച്ചാരാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 22:39. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീർ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ശ്രദ്ധിച്ചേ, കർത്താവിന്റെ രണ്ടാമത്തൊരു പ്രാർത്ഥനയെ കുറിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തുക. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പേര് അവിടെ എഴുതി ലൂക്കോസ്. പതിവ് പോലെ പ്രാർത്ഥിച്ചു. അല്ലെ, അങ്ങനല്ലേ എഴുതിയത്? നിങ്ങൾ വായിച്ചു. മതി. പതിവ് പോലെ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടായിരുന്നു? ഒരു പതിവ്. അല്ലാതെ റേഷൻ കട പോലല്ലായിരുന്നു പ്രാർത്ഥന, മാസത്തിൽ 1, അങ്ങനല്ല. പിന്നെ എങ്ങനെയായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പതിവുള്ള എത്ര പേര്? അയ്യൊന്നും നോക്കണ്ട. എത്ര പേരുണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു പതിവുള്ള? സ്തോത്രം, സ്തോത്രം. രണ്ടാമത്തെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന മനസ്സിലല്ല. ജീവിതത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ മുൻപോട്ടൊരു കാൽച്ചുവട് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ദൈവസനെ മുട്ടുമടക്കണം, പിതാവ് വെളിപ്പെടുത്തി തരും. രണ്ടാമത്തെ പ്രാർത്ഥനയിലേക്ക് വരിക. പ്രാർത്ഥന എങ്ങനെ? പതിവുള്ളൊരു പതിവ് പ്രാർത്ഥന. എത്ര പേർക്ക് പതിവായിട്ട് പ്രാർത്ഥനയുണ്ട്? ഞാൻ ആലോചിക്കായിരുന്നു, ഈ പ്രതികൂലം ഒന്നും ഇല്ലെന്നിരിക്കണം. ഒരു പ്രതികൂലവും ഇല്ല, പ്രതിസന്ധി ഇല്ല, പോരാട്ടവും ഇല്ല, ഒരു വിഷയവും ഇല്ല, എങ്ങോട്ട് നോക്കിയാലും എല്ലാം സുഖമാണെന്നിരിക്കട്ടെ. പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കൂ. നമ്മൾ ആരും എന്ത് ചെയ്തില്ല? സ്തോത്രം ചെയ്യും. വിശുദ്ധ ബൈബിൾ തന്നെ പഠിച്ചാൽ അറിയാലോ, കരഞ്ഞതും നിലവിളിച്ചതും ഞെരങ്ങിയതും പ്രാർത്ഥിച്ചതും എല്ലാം പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവില. കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധാത്മാവി ഞാൻ പറയാം, ഒരു പതിവ് പ്രാർത്ഥന വേണം. നമുക്കൊരു പതിവ്. ഞാന് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാന് നേരത്തെ ഒക്കെ എന്ന് വെച്ചാൽ ശുശ്രൂഷയിൽ വന്ന് കുറച്ച് വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു ദിവസം 14 പ്രാവശ്യം പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കും. ഒരു ദിവസം 14 പ്രാവശ്യം. അങ്ങനെ പ്രാർത്ഥിച്ചാലും ഒരു ദിവസം 14 പ്രാവശ്യം. സ്തോത്രം. അതൊക്കെ ഇപ്പൊ എന്നിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയിരിക്കുകയാണ്. ആ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ അന്യാധീനപ്പെട്ടു പോയി. അതൊക്കെ മടങ്ങി പ്രാപിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്ന് ഞാൻ ഓർക്കുന്നു, ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിക്കകത്ത് സമയം എഴുതി വെക്കും. സമയം, രാവിലെ ഇത്ര മണി, അതിനുശേഷം ഇത്ര സമയം മുതൽ ഇത്ര സമയം, അങ്ങനെ 14 പ്രാവശ്യത്തെ ടൈം ഡയറിയിൽ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന
7 കോളം വരയ്ക്കും, ഒരാഴ്ചത്തെ 7 കോളം, ടൈം എഴുതിയിട്ട് 7 കോളം. എന്നിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ടിക്കിടും. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടായിരുന്നു. എന്റെ അനുഭവം പറയും, തെറ്റാതെ മുടങ്ങാതെ പതിവായിട്ടൊരു പ്രാർത്ഥന എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, കർത്താവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന പതിവ് പോലെ അവൻ പ്രാർത്ഥിച്ചു. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, പതിവ് പോലെ പ്രാർത്ഥിച്ചു വന്ന പ്രാർത്ഥന എവിടെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നു പകൽ തീരുമാനമെടുത്ത് നമുക്കൊന്ന് മടങ്ങി വരാം. സ്തോത്രം. പതിവ് പോലുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയേലിന് ഒരു പതിവ് പോലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദാനിയേൽ പ്രാർത്ഥിക്കും. പ്രധാന അധ്യക്ഷന്മാരിൽ ഒരുവനായിരുന്നു ദാനിയേല്. രാജാവിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ദാനിയേല്. ശ്രദ്ധിക്കണേ, സ്തോത്രം. പക്ഷേ അത്രയും ഒരു അധികാര പദവിയിലിരിക്കുന്ന മനുഷ്യൻ, പക്ഷെ അവന്റെ പ്രാർത്ഥന, അവന്റെ പതിവ് പോലെ പ്രാർത്ഥനയ്ക്ക് അവൻ വ്യത്യാസം വരുത്തിയില്ല. രാജാവിന്റെ മോതിരം വെച്ച് മുദ്രയിട്ടിട്ട് പോലും പാർസിയുടെ അല്ലെ, സ്തോത്ര ഹല്ലേലൂയ, നീങ്ങിപ്പോകാത്ത അല്ലെ, സ്തോത്ര ഹല്ലേലൂയ, നീങ്ങിപ്പോകാത്ത മുദ്ര. സ്തോത്രം. നീങ്ങിപ്പോകാത്ത മുദ്ര. ആ മുദ്ര കൊണ്ട് വരെ എന്ത് ചെയ്തു? ഇട്ടിട്ട് പോലും തന്റെ പ്രാർത്ഥന, പതിവ് പോലത്തെ പ്രാർത്ഥന. സ്തോത്രം. പ്രധാന അധ്യക്ഷന്മാരിൽ ഒരുവൻ, രാജാവിന്റെ ഏറ്റവും അടുത്ത ആള്, പതിവ് പോലത്തെ പ്രാർത്ഥന വെറുതെയില്ല. ആ പ്രാർത്ഥനയാണ് തന്നെ എവിടെ എത്തിച്ചത്? സിംഹത്തിന്റെ സ്തോത്രം. പതിവ് പോലുള്ള ഒരു പ്രാർത്ഥന. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തോ പറ്റി? പതിവ് പോലെ പ്രാർത്ഥിച്ചവന് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു ദൂതനിറങ്ങി. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? കണ്ണു തുറന്നിരുന്ന് എന്നെ നോക്കിയിരുന്ന്, കണ്ണടച്ചാരും ധ്യാനിക്കണ്ട, പിന്നെ ധ്യാനിച്ചാൽ മതി. സ്തോത്രം. യേശു കർത്താവിന് പതിവ് പോലൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഇതൊക്കെ അനുഭവിച്ചവർക്ക് ഇതൊക്കെ മനസ്സിലാകത്തില്ല, ചുമ്മാ ഇരുന്ന് കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകില്ല. പതിവ് പോലൊരു സമയം വെച്ചൊന്ന് പ്രാർത്ഥിച്ച് അതിന്റെ അകത്ത് ദൂതൻ ഇറങ്ങുന്നത് അനുഭവിക്കാൻ പറ്റും. അനുഭവിച്ചവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും, അല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിക്ക് സമയമെടുത്ത് തീരുമാനമെടുത്തൊന്ന് പ്രാർത്ഥിച്ച് പതിവ് പോലെ ഒരു ദിവസം പോലും മുടക്കാതൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്നെ ബലപ്പെടുത്താൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൂതന്റെ അനുഭവം. അത് അനുഭവിച്ചവർക്കറിയാം. സ്തോത്രം. സ്തോത്രം. നമ്മൾ 2 വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണിച്ചു പോകും. പക്ഷെ പതിവ് പോലെ ദൈവസന്നിധി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥനയിൽ ക്ഷീണം വന്നാലും അവരെ ബലപ്പെടുത്താൻ ദൂതനിറങ്ങും. ദൈവത്തിന്റെ ആത്മാവിനോട് വിളിച്ചു പറയാൻ പറയുന്നു, അതിൽ പതിവ് പോലൊരു പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് എല്ലാ ദിവസവും ഒരു സമയം വെച്ച് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൂതനിറങ്ങും. യേശു കർത്താവിന്റെ പ്രാർത്ഥന നോക്കിക്കേ. പതിവ് പോലെ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൂതന്റെ സാന്നിധ്യം ഇറങ്ങും.
ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൂതൻ ഇറങ്ങി നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൂതന്റെ ശക്തി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് അനുഭവിക്കണമെങ്കിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ അനുഭവിച്ചുള്ള ആളാണെന്നുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു. ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരാം, അത് വായിച്ച വിഷയമാ. ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദൂതൻ എന്റെ അടുത്ത് ഇറങ്ങിയത് നീ അനുഭവിക്കണം. ദൂതൻ നിന്റെ അടുത്ത് ഇറങ്ങി നീ അനുഭവിക്കണം. ദൂതൻ ഇറങ്ങത്തില്ലേ? ദൂതൻ ഇറങ്ങത്തില്ലേ? ദൂതൻ ഇറങ്ങും. സ്വോത്രം സ്വോത്രം. ദൂതൻ ഇറങ്ങും. ചില സമയത്ത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൂതൻ നിൽക്കുന്ന സാമീപ്യം അനുഭവിക്കാൻ പറ്റും. ആത്മാവിന്റെ ആ തലത്തിലേക്ക് ഇറങ്ങണം, അത് അനുഭവിക്കാൻ പറ്റും. ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാ, ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാ. അനുഭവത്തെ ഖണ്ഡിക്കാൻ ആർക്കും കഴിയത്തില്ല. അനുഭവത്തെ ഖണ്ഡിക്കാൻ ആർക്കെങ്കിലും പറ്റൂ? പറ്റത്തില്ല. സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു പ്രാവശ്യമേ എഴുതിയിട്ടുള്ളൂ, പക്ഷെ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ 3 പ്രാവശ്യം ക്രിസ്തു പ്രാർത്ഥിച്ചു. ഒരേ കാര്യം തന്നെ പ്രാർത്ഥിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഇഷ്ടം. ഇത് പറയണമെങ്കിൽ പതിവുള്ള ഒരു പ്രാർത്ഥന വേണം. മനസ്സിലാകുന്നുണ്ടോ? പിതാവിന്റെ ഹൃദയം അറിഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ പിതാവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. പതിവായി പ്രാർത്ഥിക്കുന്നവന് പിതാവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കും. ദിവസത്തിൽ 1, ആഴ്ചയിൽ 2, മാസത്തിൽ 3 വന്ന് പ്രാർത്ഥിക്കുന്നവന് പിതാവുമായിട്ട് ബന്ധം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കടയിൽ സാധനം മേടിക്കാൻ പോകുന്നു. എല്ലാ മാസവും നമ്മൾ ആ കടയിൽ സാധനം മേടിക്കാൻ പതിവ് പോലെ പോയാൽ നാളെ ആ കടക്കാരുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവും, അല്ലേ? അവരുമായിട്ടൊരു സ്നേഹബന്ധം, ഒരു അടുപ്പം നമുക്കുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഉണ്ടാകും. പതിവായി ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവവുമായിട്ടൊരു ആഴമേറിയ ബന്ധം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും ചേഞ്ച് വരും. നമ്മുടെ ഇഷ്ടം മാറും. പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം. പതിവുള്ള പ്രാർത്ഥനയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. പതിവായി പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്യും? മാറും. പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിയും. യേശു പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഹിതം. പിതാവിന്റെ അധികാരത്തെ അംഗീകരിക്കുക ക്രിസ്തു. പിതാവിന്റെ ഇഷ്ടത്തെ പൂർണ്ണമായി ഏറ്റെടുക്കുക ക്രിസ്തു. മനസ്സിലാകുന്നുണ്ടോ? പതിവ് പോലുള്ള പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ് ഞാൻ പറയുന്നത്. പിതാവിന്റെ അധികാരത്തിലേക്ക് നമ്മൾ കയറും. പിതാവിന്റെ ഇഷ്ടം നമ്മൾ പൂർണ്ണമായി ഏറ്റെടുക്കും. ചില വിഷയത്തിന്റെ അകത്ത് ദൈവാലോചന പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. എല്ലാം ഞാനങ്ങ് സ്വീകരിക്കുമെന്ന് ചുമ്മാ പറയുന്നേ. എല്ലാം സ്വീകരിക്കുമോ? ഇല്ല. ചിലതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവാലോചന വന്നില്ലെങ്കിൽ നമുക്കത് ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. സ്തോത്രം ചെയ്തു. കാരണം നമ്മുടെ മനസ്സിലൊരു ഒരു ചിന്തയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരണം. ഞാൻ ആത്മനിയോഗത്തോട് പറയുന്നു, പതിവ് പോലൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാവണം. ഭാര്യ ഇരുന്നാലും ഭർത്താവ് ഇരുന്നാലും അപ്പൻ ഇരുന്നാലും അമ്മ ഇരുന്നാലും ഇവരാരും ഇരുന്നില്ലെങ്കിലും നീ ഒരു തീരുമാനമെടുക്കണം. എല്ലാ ദിവസവും ഞാൻ ദൈവസന്നിധിയിൽ പതിവായി സമയത്തെ വേർതിരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന തീരുമാനമെടുത്തൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവഹിതം വെളിപ്പെട്ടു വരും. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പിതാവിന്റെ ഇഷ്ടം വെളിപ്പെട്ടു വരും. നിന്റെ ജീവിതത്തിൽ എന്ത് അനുവർത്തിക്കണമെന്ന് പിതാവ് വെളിപ്പെടുത്തി തരും. അവിടെ കൊണ്ട് തീർന്നില്ല.
ദൂതൻ നിന്നെ ബലപ്പെടുത്തുന്ന നിനക്ക് അനുഭവിക്കാൻ കഴിയും. ദൂതൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇതൊന്ന് ചെവി തുറന്ന് കേട്ടൊരു തീരുമാനത്തിലേക്ക് വാ. സ്തോത്രം. ഇതിന്റെ ഓരോ ഭാഗത്തെ ചരിത്രം വേണമെങ്കിൽ എനിക്ക് പറയാം. വെറുതെ ചരിത്രം പറഞ്ഞ് സമയം കളയാതെ ഉള്ളൂ. കാര്യം പറയുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു പതിവുപോലൊരു പ്രാർത്ഥന ലൂക്കോസ് അത് വെളിപ്പെടുത്തി. ലൂക്കോസാണ് ആ വാക്ക് എഴുതിയത്. മത്തായി എഴുതിയിട്ടില്ല, ലൂക്കോസ് എഴുതി. പതിവ് പോലൊരു പ്രാർത്ഥന. പതിവ് പോലൊരു പ്രാർത്ഥന നമുക്ക് ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൂതൻ ഇറങ്ങും. ആ പ്രാർത്ഥനയ്ക്കകത്ത് പിതാവിന്റെ അധികാരം എന്തെന്ന് മനസ്സിലാകും. ആ പ്രാർത്ഥനയ്ക്കകത്ത് പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ കയറും. മൂന്നാമത്തെ പ്രാർത്ഥനയാ നമ്മൾ വായിച്ച പ്രാർത്ഥന. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖഭാവം പ്രാർത്ഥനയ്ക്കകത്ത് ഒരു രൂപാന്തരം വരിക. ഇതിനെ പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പത്രോസ് ഒന്ന് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1:16-17. 1 പത്രോസിന്റെ ലേഖനം 1:16-17. പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ഭാഗം. വായിച്ചു. 1:16-17. കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങളുടെ പ്രവാസകാലം മനസ്സോടെ കഴിയുക. 1 പത്രോസാണ്. രണ്ട് പത്രോസ് വായിച്ചു. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത്. ശ്രദ്ധിച്ചു കേട്ടെ. ഞങ്ങള് യേശു ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ചും തന്റെ മഹത്വത്തെ കുറിച്ചും നിങ്ങളോട് അറിയിച്ചത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥയല്ല. കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയല്ല. വായിച്ചോ. അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. മതി. കേട്ടോ നിങ്ങള്? യേശുവിന്റെ ശക്തിയെ കുറിച്ചും യേശുവിന്റെ മഹത്വത്തെ കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതൊരു കെട്ടുകഥയല്ല, മറിച്ച് അവന്റെ മഹത്വത്തെ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. എത്രപേർക്ക് പറഞ്ഞ മനസ്സിലായി? എന്താ ഇതിന്റെ ചരിത്രം? കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാനായി ഇവരെ വിളിച്ചത് ആണോ? തന്റെയോട് കൂടെ പ്രധാനമായി പ്രാർത്ഥിക്കാൻ ക്രിസ്തു വിളിക്കുന്ന 3 പേരുണ്ട്. 1 പത്രോസ്, 1 യോഹന്നാൻ, 1 യാക്കോബ്. ഇവരെ 3 പേരെ താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പോവുകയാണ് മലയുടെ മുകളിൽ. അവിടെ വെച്ച് ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി. പത്രോസ് അതിനെ എഴുതി. അവിടെ നടന്നത് എന്താണെന്നറിയാമോ? അവിടെ നടന്നത് യേശുവിന്റെ ശക്തി, യേശുവിന്റെ മഹത്വം. ഓ സ്വോത്രം. ഈ വാക്കൊക്കെ പറഞ്ഞാൽ ഇത്രേ സ്വോത്രം പോരാ. അത് അനുഭവിച്ചവർക്ക് എത്ര പേർക്ക് ആസ്വദിക്കാൻ പറ്റും? പത്രോസ് പറയുക, ഞങ്ങളുടെ കണ്ണുകളാൽ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ കണ്ടത് 2 കാര്യമാണ്. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. 1, അവന്റെ ശക്തി, അവന്റെ മഹത്വം. സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് വായിച്ചൊരു വാക്യം. പുറപ്പാട് പുസ്തകം
34:29. അതും ഇതും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മനസ്സിലാവുന്നു. സ്തോത്രം. പുറപ്പാട് 34:29. ആ ആ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് അറിഞ്ഞില്ല. ആ ആ ആ കൊക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. മതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, സർവശക്തനാകുന്ന സ്വർഗത്തിലെ തമ്പുരാൻ ഒരു കൽപ്പനക ചെത്തി അതിൽ കൽപ്പനകൾ എഴുതി മോശയ്ക്ക് കൈമാറി. 40 ദിവസം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുക. താൻ ഉപവസിക്കാൻ പോകുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിന്റെ താഴ്വാരത്ത് ദൈവം അല്ലെങ്കിൽ യോശുവയോട് മോശ പറഞ്ഞിട്ടുണ്ട്. ജനത്തിന്റെ നടുവിൽ നിൽക്കുന്നത് അഹരോൻ. സ്തോത്രം, സ്തോത്രം. ദൈവം ഇതെഴുതി മോശയുടെ കൈരങ്ങളിൽ കൊടുത്തു. മോശ ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് ഒരു ആരാധനയാണ്. കാണുന്ന മോശ. അവരുടെ ആരാധന കണ്ട് കോപിഷ്ഠനായ മോശ കയ്യിലുള്ളതിന്റെ വില മറന്ന് അതിനെ എറിഞ്ഞുടച്ചു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഒരവസരം കൂടെ ഞാൻ തരും. പക്ഷെ ഈ പ്രാവശ്യം നീ കൽപ്പന ചെത്തണം. എനിക്ക് എഴുതാവുന്ന പാകത്തിന് നീ അത് ചെത്തിക്കൊണ്ട് വരണം. മോശ അതുപോലെ ചെയ്തു. വീണ്ടും 40 ദിവസം കയറി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. മോശയുടെ കരത്തിൽ ദൈവം കൽപ്പനക ഹല്ലേലൂയ എഴുതി കൊടുക്കാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ടുള്ള തന്റെ സംസാരത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ, അവന്റെ ത്വക്ക് പ്രകാശിച്ചു. പക്ഷെ മോശ അത് അറിഞ്ഞില്ല. അവന്റെ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് കൊണ്ട് അവൻ ഇറങ്ങി വന്നപ്പോൾ അവന്റെ ത്വക്ക് പ്രകാശിച്ചത് അവൻ അറിഞ്ഞില്ല. പക്ഷേ ജനം നോക്കിയപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവർ ഭയം കണ്ടു. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. മോശയിൽ വെളിപ്പെട്ട തേജസ്, മോശയിൽ വെളിപ്പെട്ട പ്രകാശം അതേതാണെന്നറിയാമോ? മോശയുടേതല്ല, പിന്നെ ആരുടെയാ? ദൈവത്തിന്റെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് പഴയ നിയമ വിശ്വാസികളും പുതിയ നിയമ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. അതിലേക്കാണ് ഞാൻ വരുന്നത്. മോശയുടെ ത്വക്ക് പ്രകാശിച്ചു, നോക്കാൻ ഭയപ്പെട്ടു. എന്താ സംഭവം? മോശയുടെ അല്ല, മോശയുടെ ഹല്ലേലൂയ പ്രകാശമല്ലത്, മോശയുടെ മഹത്വമല്ലത്, മറിച്ച് ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവത്തിന്റെ തേജസ്സാണ്. ഇനി നിങ്ങൾ വായിച്ച വാക്യത്തിലേക്ക് വന്ന് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം മിന്നുന്ന വെള്ള പോലെയായി. മർക്കോസ് എഴുതിയത് ഇങ്ങനെ, ഒരാലക്കുകാരന് മാലക്കി, അല്ലേ? ഹല്ലേലൂയ, അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, അത്രയും വെളുപ്പിക്കാൻ കഴിയത്തില്ല. അതുപോലെ അവന്റെ വസ്ത്രം മിന്നി വിളങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, പുറപ്പാടിൽ വായിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രകാശമാണ് അല്ലെങ്കിൽ മോശയിൽ പ്രതിഫലിപ്പിച്ചെങ്കിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടത് അവന്റെ അകത്ത് പകർന്ന പ്രകാശമാണ്, അവന്റെ അകത്ത് വ്യാപരിക്കുന്ന മഹത്വമാണ്, അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാ. എന്താ അതിന്റെ അർത്ഥം? പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്, ഒരു മഹത്വം വ്യാപരിക്കുന്നുണ്ട്. അവൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ അത് എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? മോശയിൽ വെളിപ്പെട്ട് ദൈവത്തിന്റെ തേജസ്സാ, ദൈവത്തിന്റെ പ്രകാശം അവരിൽ വെളിപ്പെട്ടു നിന്നത്. എന്നാൽ യേശു കർത്താവിൽ വെളിപ്പെട്ടു നിന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തേജസ്സല്ല, മറിച്ച് അവന്റെ അകത്ത് ദൈവം പകർന്നു കൊടുത്ത തേജസ്സാണ്. അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്, അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്തൊരു തേജസ്സുണ്ട്, നിന്റെ അകത്തൊരു ശക്തിയുണ്ട്. എനിക്കിത് പറയാൻ ആർജവമുണ്ട്.
ഞാനിത് പറയുമ്പോൾ എനിക്ക് അതിനകത്തൊരു ആർജം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നമ്മുടെ അകത്തൊരു തേജസ് ദൈവം പകർന്നിട്ടുണ്ട്. നമ്മുടെ അകത്തൊരു മഹത്വം അവൻ പകർന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ അകത്തൊരു തേജസ് അവൻ പകർന്നിട്ടുണ്ട്. നമ്മുടെ അകത്തൊരു മഹത്വം അവൻ പകർന്നിട്ടുണ്ട്. പ്രാർത്ഥന കുറയുന്നതിനനുസരിച്ച് അത് നമ്മിൽ നിന്നും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേൽ അത് വെളിപ്പെട്ടു വരും. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേൽ അത് വെളിപ്പെട്ടു വരും. പ്രാർത്ഥിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൂതാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകത്ത് ദൈവം പകർന്നുകൊണ്ട് ആ മഹത്വം വെളിപ്പെട്ടു വരും. ആ തേജസ് വെളിപ്പെട്ടു വരും. ഇപ്പോഴതുണ്ടോ? ഇപ്പോഴതുണ്ടോ? സ്തോത്രം. ഇപ്പോഴതുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയ്ക്കകത്തൊരു തേജസ്. ചിലര് കാണത്തില്ലേ, പ്രാർത്ഥിക്കാൻ കയറിയിട്ട് ഇറങ്ങി വരുമ്പോ നമുക്ക് എന്തോ ഒരു പ്രസന്നത അവര് തോന്നും, അല്ലേ? ഇല്ലേ? നമ്മള് കയറുമ്പോഴേ നോക്കാറുള്ളൂ, അല്ലേ? ഇറങ്ങി വരുമ്പോ കാരണം അതിലും ഭീകരമായിട്ടാണോ വരുന്നതെന്നുള്ള പേടിയാണോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ചിലരൊക്കെ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരെ കാണുമ്പോൾ അറിയാം, അവരുടെ മുഖത്ത് ഒരു വലിയൊരു പ്രസന്നത ഉണ്ടാവും, ഒരു തേജസ് ഉണ്ടാവും. അത് നിറത്തിലല്ലത്, സൗന്ദര്യത്തിലല്ലത്. ചിലരെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. അങ്ങനെയുള്ളവരെ നിങ്ങൾ എഴുതി വെച്ചോ. അവരുടെ അകത്തൊരു പ്രാർത്ഥനാ മനുഷ്യനുണ്ട്. ആ വ്യക്തിയുടെ അകത്തൊരു പ്രാർത്ഥനാ മനുഷ്യനുണ്ട്. യേശുവിന്റെ നാമം, നിറത്തിലല്ല, സൗന്ദര്യത്തിലല്ല, ഹല്ലേലൂയ, കളറിലൊന്നും അല്ലതിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ചിലരെ കാണുമ്പോൾ മനസ്സിലാകും അവരുടെ മേലൊരു തേജസ് വ്യാപരിക്കുന്നുണ്ട്, അവരുടെ മേലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് വെളിപ്പെടുന്ന എവിടെന്നറിയാമോ? അവരുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം അത് പകരുന്നത്. അവരൊറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് അത് വെളിപ്പെടുന്നത്. പ്രാർത്ഥിച്ചോണ്ട് ആ പ്രാർത്ഥനയ്ക്കകത്ത് രണ്ടുപേര് വെളിപ്പെട്ടു. ഒരാള് മോശ, ഒരാള് എലിയ. ന്യായപ്രമാണത്തെ പ്രതിനിധീകരിച്ചാണ് മോശ ഇറങ്ങുന്നത്. പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ചാണ് ഏലിയാവ് ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഇവരിറങ്ങി നിൽക്കുക. അതാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ കണ്ട സാക്ഷികൾ. അവന്റെ മഹത്വവും ശക്തിയും ഞങ്ങൾ കണ്ട സാക്ഷികൾ. എന്താണ് ആ വചനത്തിന്റെ മറ്റൊരു വെളിപ്പാട്? ഹല്ലേലൂയ. അവിടെ മിന്നി വിളങ്ങുന്ന വസ്ത്രം പോലെ യേശുവിന്റെ വസ്ത്രമായി ഒരു തേജസ് വന്ന് മൂടി. ഹല്ലേലൂയ, സ്തോത്രം. ഇവരിലേക്ക് വന്ന് മൂടിയപ്പോൾ ഇവർ മരിച്ചവരെ പോലായെന്ന, മരിച്ചവരെ പോലായെന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേജസ് വന്ന് മൂടിയപ്പോൾ, ക്രിസ്തുവിന്റെ ശക്തി വന്ന് മൂടിയപ്പോൾ, ഹല്ലേലൂയ, മരിച്ചവരെ പോലവരായി. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ തന്റെ പുറകിൽ താൻ പറഞ്ഞത്, മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടും, മനുഷ്യപുത്രൻ തകർക്കപ്പെടും, മനുഷ്യപുത്രനെ കൊല്ലും, അടക്കം ചെയ്യും, എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേക്കും. ഹല്ലേലൂയ. അതിന്റെ ഒരു പ്രതിരൂപമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ ഇങ്ങനെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്താലും അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു മഹത്വം ഉണ്ട്, അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൂടെ കൊടുക്കുക. നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, ഈ ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങൾ വീണു പോകരുത്. അല്ലെങ്കിൽ ഒന്നാം നാൾ അവനെ പിടിക്കും, അവനെ ക്രൂശിക്കും, അടക്കം ചെയ്യും. പക്ഷേ അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അത്യുന്നത ശക്തി, ഒരു മഹത്വത്തിന്റെ ശക്തി, ഒരു തേജസ്സിന്റെ ശക്തി അവനെ ബോധ്യപ്പെടുത്തുകയാണ്.
അത്രകൾക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നോട് ഞാൻ ആത്മനിയോഗത്തോടെ ദൂത് പറയാ. പല വിഷയത്തിന്റെ അകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാലും അതിന്റെ അകത്തൂടെ കൊണ്ടുവരുന്ന ശക്തിയാണ് പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? ഈ 3 പ്രാർത്ഥനയെ ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, മുൻപോട്ട് ചുവടുകൾ വെക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് നമ്മൾ കയറണം. സ്തോത്രം. ആര് നിങ്ങളോട് പ്രാർത്ഥിച്ചൊരു ദൈവാലോചന പറഞ്ഞാലും ആ ആലോചനയെ പിടിച്ച് നിങ്ങൾ മുറിക്കകത്ത് കയറണം. പ്രാർത്ഥിക്കണം. അവര് പറയുന്നത് കേട്ട് മാത്രം നിങ്ങൾ കാൽച്ചുവട് വെക്കരുത്. ആ ആലോചന ഏറ്റെടുത്തിട്ട് നിങ്ങൾ മുറിക്കകത്ത് കയറണം. കയറിയിട്ട് കർത്താവിനോട്, കർത്താവേ, ഇങ്ങനൊരു ആലോചന എനിക്ക് ലഭിക്കപ്പെട്ടു, ഞാൻ ഇതുമായി മുൻപോട്ട് പോണോ വേണ്ടയോ എന്ന് കർത്താവിനോട് ചോദിക്കണം. കൃത്യമായി ദൈവം സംസാരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൽ ഞാനിപ്പോ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറയാം, നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക, മുൻപോട്ട് നിങ്ങൾക്ക് ഭാവിയുണ്ട്, മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കണം, മുൻപോട്ട് നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. അതൊരിക്കലും നിങ്ങൾക്ക് തിന്മയാകത്തില്ല, അത് നിങ്ങളെ നന്മയിലേക്ക് എത്തിക്കും. രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ദൂതൻ വെളിപ്പെടും. പിതാവിന്റെ അധികാരം ബോധ്യപ്പെടും. പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ കയറും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ഒരു വിഷയം പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി വെക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് കർത്താവേ, ഇത് നിനക്ക് ഹിതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ. ഒരു വിഷയമായി നമ്മൾ നിൽക്കുമ്പോൾ ആദ്യം ചോദിക്കണം, ഞാൻ ഈ വിഷയം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പക്ഷേ നിനക്ക് ഹിതമുള്ള കാര്യമാണ് ഇത്. കാരണം ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തോ എടുക്കാൻ, വെറുതെ നമ്മുടെ വായിലെ വെള്ളം പറ്റുകയും വെറുതെ സമയം കളയുകയല്ലാതെ അതിൻ്റെ അകത്ത് മറുപടി ലഭിക്കത്തില്ല. ദൈവത്തിന്റെ ഹിതത്തിലില്ലാത്ത കാര്യമാണെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവം ഇടപെടത്തില്ല. അതുകൊണ്ട് ആദ്യം ചോദിക്കേണ്ടത്, ഒരു വിഷയം വെക്കുന്നുടനെ കർത്താവെ, നിന്റെ ഹിതമാണോ പ്രാർത്ഥിക്കാനിത് എന്ന് ചോദിക്കണം. അപ്പൊ പിതാവിന്റെ ഇഷ്ടത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പ്രവേശിക്കും പ്രാർത്ഥന. മൂന്നാമത്തെ കാര്യമാണ്, പ്രാർത്ഥിക്കുന്നവന്റെ അകത്തൊരു മഹത്വമുണ്ട്, പ്രാർത്ഥിക്കുന്നവന്റെ അകത്തൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? കഷ്ടതകളുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പ്രാർത്ഥിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, അല്ലാത്തവരോടല്ല. പ്രാർത്ഥനാ ജീവിതം ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരോടല്ല ഞാൻ ഇത് പറയുന്നത്, അല്ല ടി വി കണ്ടുകൊണ്ടിരിക്കുന്നവരോടല്ല ഞാൻ ഇത് പറയുന്നത്. ഇത് കാണണമെന്നല്ല, കണ്ടോ, നോക്കിക്കോ. പക്ഷെങ്കിൽ അതിനോടൊപ്പം പ്രാർത്ഥനാ ജീവിതത്തിനൊരു പോറലേൽപ്പിക്കരുത്, പരിക്കേൽപ്പിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടു. പ്രാർത്ഥനയെ കുറിച്ച് നീ പറയണം. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നത് തുണ്ടുന്നോ ചാടുന്നോ ഇതൊന്നുമല്ല എന്റെ വിഷയം. അതിന് പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയാം, പ്രാർത്ഥനയെ കുറിച്ച് പറയണം. സ്തോത്രം. ഒരു വിഷയം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അനുവദിച്ചാൽ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. വേറെ വിഷയമൊന്നുമല്ല, നരകം. അതാ വിഷയം. നല്ല വിഷയമാണ്. ഇത്രയും നല്ല വിഷയം വേറെ ഇല്ല. നരകം. നരകത്തെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് പുറകില്ല, എല്ലാവരുടെ ഓർമ്മയിൽ കാണാൻ സാധ്യതയില്ല. നരകത്തെ കുറിച്ച് ഒരു പഠിപ്പിക്കൽ അധികം വൈകാതെ ഉണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. എണ്ണം കുറഞ്ഞാലും സാരമില്ല, പരിശുദ്ധാത്മാവ് പറയുമ്പോൾ പഠിപ്പിക്കും. ഹല്ലേലൂയ. കാരണം ഇത്രയും തുള്ളിയും ചാടിയിട്ട് അങ്ങോട്ട് എത്തിയത് പോകരുത്. അതിനെ കുറിച്ചൊന്നും അറിയണം. കർത്താവ് അനുവദിച്ച നരകം കഴിഞ്ഞ സ്വർഗം പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം പ്രിയപ്പെട്ടവരെ ഇന്ന് മനസ്സിലാക്കണം. ഒരു പ്രാർത്ഥനാ ജീവിതം
കേട്ടോ. ഞാൻ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, പതിവ് പോലൊരു പ്രാർത്ഥന, പതിവ് പോലൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളുടെ അകത്തളങ്ങളിൽ, ചില തീരുമാനങ്ങളിലേക്ക് കാൽ ചുവട് വെക്കുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ഒരു ഇടപെടലാകട്ടെ. പതിവ് പോലൊരു പ്രാർത്ഥനയിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് ഇന്ന് കയറ്റട്ടെ. നമ്മുടെ അകത്ത് പ്രാർത്ഥനയിൽ മറഞ്ഞിരിക്കുന്ന ആ മഹത്വവും ശക്തിയും ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്റെ പ്രാർത്ഥനാ മനുഷ്യരിൽ മറഞ്ഞിരിക്കുന്ന ആ മഹത്വത്തെ ഒന്ന് വെളിപ്പെടുത്തണമേ, ആ ശക്തിയെ ഒന്ന് വെളിപ്പെടുത്തണമേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചാട്ട്, കണ്ണുകളെ ഒന്ന് അടച്ചാട്ട്, കണ്ണുകളെ ഒന്ന് അടച്ചാട്ട്. ശബര ഹദര മനഗട ധരജത, എല്ലാ കണ്ണുകളെയും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എവിടെ പോയി? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എത്രത്തോളമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എല്ലാവരും എല്ലാവരും നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ട മഹത്വം എന്തിയെ? നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ട ശക്തി എന്തിയെ? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവശക്തി എന്തിയെ? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോ നിന്റെ മേൽ ഇറങ്ങി വന്ന മഹത്വം എന്തിയെ? നീ ഇരിക്കുന്ന ഇടം ഒരു പുക പോലെ നിനക്ക് തോന്നിയ നാളുകളില്ലായിരുന്നു. എന്തിയെ? ഒരു മേഘം വന്ന് നിന്നെ മൂടുന്നത് പോലെ അനുഭവങ്ങളില്ലായിരുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൂതം നിന്നെ ബലപ്പെടുത്തുന്നത് പോലെ അനുഭവങ്ങൾ നിനക്കില്ലായിരുന്നു. നീ കരഞ്ഞു തളർന്നപ്പോൾ നിന്റെ കാതിൽ ആരോ പറഞ്ഞില്ലേ, കരയില്ല, ബലപ്പെടാൻ. ആ ഇറങ്ങി വന്ന ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വന്ന ദൂതന്റെ ശക്തി, ദൂതന്റെ മഹത്വം ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പ്രാർത്ഥനയെ കെട്ടിയ കെട്ടിയാണ്, പ്രാർത്ഥന ജീവിതത്തെ കെട്ടിയ കെട്ടിയാണ്, പ്രാർത്ഥന ജീവിതത്തെ കെട്ടിയ പ്രാർത്ഥന ജീവിതത്തെ കെട്ടിയ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ അടിച്ച് തുടങ്ങി. ശക്തമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഏറ്റെടുത്താൽ പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നീ കുറവുള്ളവനാണെന്ന്, നീ കുറവുള്ളവനാണെന്ന് പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതിന്റെ മേൽ വീണ കുരുക്കിനെ നീ അഴിക്കാൻ പോവുക. അതിന്റെ മേൽ വീണ കുരുക്കിനെ നീ അഴിക്കാൻ പോവുക. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വീണ കുരുക്കിനെ അഴിക്കാൻ പോവുക. മതത്തിന്റെ സത്യം കൃപ, 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 കൃപ. പ്രാർത്ഥിച്ച്, ശക്തമായി പ്രാർത്ഥിച്ച്. എനിക്കറിയാം നീ നീക്കുന്ന പ്രാർത്ഥനയുടെ ലെവലാണ് എനിക്കറിയാം. നിന്റെ പ്രാർത്ഥനയുടെ ലെവലാണ് എനിക്കറിയാം. ശക്തമായി പ്രാർത്ഥിക്കുന്നത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ള തിരിച്ചറിയില്ല.
പോലെ ആ പഴയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരിക. ഇന്ന് ചിലർ വരണം. പരിശുദ്ധ ശബ്ദ പതിവ് പോലുള്ള പ്രാർത്ഥന, ചില പ്രാർത്ഥന അന്യാധീനപ്പെട്ടിരിക്കുന്നു, ചില പ്രാർത്ഥന അന്യാധീനപ്പെട്ടിരിക്കുന്നു. ഒരു വിഷയം വന്നാൽ മനുഷ്യനെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഒരു വിഷയം വന്നാൽ മോശമാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഒരു വിഷയം വന്നാൽ പ്രാർത്ഥിക്കുന്ന എവിടെ ഉണ്ടെന്ന് നോക്കി അത് വീഴ്ച ഒഴിവാക്കി കളികളെ പ്രാർത്ഥിച്ചേ. ഇത് പ്രാർത്ഥിക്കേണ്ട നേട്ടമാണ്, ഇത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിന്റെ പ്രാർത്ഥന ജീവിതത്തിന് ഒരു വിടുതൽ ആവശ്യമാണ്. നിന്റെ പ്രാർത്ഥന ജീവിതത്തിന് ഒരു വിടുതൽ ആവശ്യമാണ്. നിന്റെ പ്രാർത്ഥന ജീവിതത്തിന് ഒരു വിടുതൽ ആവശ്യമാണ്. ശക്തിയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ, പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ